ഹരിശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇന്നത്തെ ദിവസം വളരെ ശ്രേഷ്ഠമായതാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് എല്ലാ സജ്ജനങ്ങൾക്കും വിഷു ആശംസകൾ. എന്താണ് വിഷുവിൻ്റെ സന്ദേശം എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നിയത് പ്രകൃതിയിൽ തന്നെ ഈശ്വരനെ കണ്ടുകൊണ്ട് ഈശ്വര സാന്നിധ്യത്തിൻ്റെ ആനന്ദവും അനുഭൂതിയും അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ ജീവിതം കുറേയും കൂടി ശാന്തവും സമാധാനവും ഉള്ളതായിത്തീരും. ജ്ഞാനസൂര്യൻ്റെ സാക്ഷാൽ ആദിത്യദേവൻ്റെ ഓം നമോ ഭഗവതേ സൂര്യനാരായണായ എന്ന മന്ത്രം ചൊല്ലി ആരാധിക്കുന്ന സൂര്യഭഗവാന്റെ ചലനങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് വിഷു, മേടവിഷു. അപ്പോൾ ജ്ഞാനസമ്പാദനം, സൂര്യൻ ജ്ഞാനമൂർത്തിയും അതുപോലെ ഊർജം തരുന്ന ശക്തിയും ഊർജസ്വരൂപനാണ്, പ്രകാശസ്വരൂപനാണ്. ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആ മഹാശക്തിയെ കുമ്പിട്ടുകൊണ്ടാണ് വിഷു നമ്മൾ ആഘോഷിക്കുന്നത്. സൃഷ്ടിയിലെ ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യജന്മം തന്നെയാണ്. ക്രൗൺ ഓഫ് ദി ക്രിയേഷൻ ഈസ് കോൾഡ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയാറുണ്ട്. വിശേഷ ബുദ്ധി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതാണ് മനുഷ്യജന്മം. ഈശ്വര സാക്ഷാത്കാരത്തിന് ഏറ്റവും യോജിച്ച ജന്മമാണ് മനുഷ്യജന്മം. അപൂർവമായിട്ട് കിട്ടുന്നതാണ് താൻ. മനുഷ്യൻ വേണ്ട പോലെ സാധന ചെയ്യുക, അതുപോലെ ധർമ്മബുദ്ധിയോടുകൂടി ജീവിക്കുക, ഈശ്വരാശ്രയ ബോധത്തോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം സാധ്യമാണ്. അതാണ് മനുഷ്യൻ ഒരടി മേലോട്ട് വച്ചാൽ ഹംസഭാവം ഉണ്ടാവും. പരമഹംസൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരടി താഴോട്ട് വച്ചാൽ നമ്മൾ കംസഭാവത്തിലേക്കും പോവാം, അതായത് മോശപ്പെട്ട അവസ്ഥയിലേക്കും പോവാം. ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഗീതയെ പറഞ്ഞ പോലെ നമ്മളെ ഉദ്ധരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, ഈശ്വര അനുഗ്രഹം കൊണ്ട്. ഉദ്ധരേതാത്മനാത്മാനം എന്നൊക്കെ ഗീത പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ഭഗവാനെ സ്മരിച്ചും ഭഗവാനെ കണ്ടും നമ്മൾ ജീവിക്കുമ്പോൾ പല കെണികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. വിശേഷ ബുദ്ധി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ വിശേഷപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ളതായ സാമർഥ്യവും നമുക്കുണ്ടാവും. അതുകൊണ്ട് പ്രകൃതി തന്നെയാണ് ഈശ്വരനുള്ളത്. ഈശ്വരനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ജീവിതം ധന്യമാവുന്നത് എന്ന ബോധം നമ്മളിലുണ്ടാവണം. അതുകൊണ്ട് ഈശ്വരനെ കണ്ടിട്ടില്ല എന്നല്ല പറയേണ്ടത്, ഈശ്വരനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു ആത്മീയ ബോധം നമുക്കുണ്ടാവുന്നത് വളരെ ഉത്തമമാണ്. നമ്മൾ പുരാണങ്ങൾ വായിക്കുന്നു, ശ്രേഷ്ഠ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ കാഴ്ചപ്പാടും മനോഭാവവും ദിവ്യമായി തീർന്നാലേ ജന്മം ധന്യമാവുള്ളൂ. അതിനായിട്ട് നമുക്ക് ശ്രമിക്കണം. അപ്പോൾ ഈ ഈശ്വരസ്മരണ വിട്ട് മാറി നിൽക്കരുത്. എല്ലാ ദിവസവും ഈശ്വര സാന്നിധ്യത്തിൻ്റെ ബോധം ഉണ്ടായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈശ്വരനെ ഓർക്കാനും ഈശ്വര സാക്ഷാത്കാരം നേടാനും ശ്രമിക്കാം. താൻ പാതി ദൈവം പാതി, ബാക്കി ഭഗവാൻ അനുഗ്രഹിച്ച് പ്രദാനം ചെയ്യാതിരിക്കില്ല. എല്ലാവർക്കും വീണ്ടും വിഷു ആശംസകൾ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരിശരണം. ഗുരുവായൂരപ്പ ശരണം.